എനിക്ക് വേറെ ചോക്ലേറ്റ് മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അതുകൊണ്ട് അപ്രൂവ് ആക്കി വിട്ടു. ഇവൻ ആ മുട്ടായിലേക്ക് എത്തിച്ചേർന്ന കഥ നിങ്ങൾക്ക് അറിയാമോ? കാണിച്ചാൽ ചോക്ലേറ്റ് മേടിച്ചു കൊടുക്കാന്ന് വിചാരിച്ചു വ്യത്യസ്തമായിട്ട് ഒരെണ്ണം മേടിക്കാന്ന്. ടെസ്റ്റ് അവിടെ നടന്നു. ഈ ടെസ്റ്റിന്റെ പേരെന്തുവാ? ഈ ടെസ്റ്റിന് എന്ത് പേര്? നീയാണോ ടെസ്റ്റ് ചെയ്യുന്നത്, അവനാണോ ടെസ്റ്റ് ചെയ്യുന്നത്? ഇത് സത്യത്തിൽ ഇത് ആർക്ക് വെച്ച ടെസ്റ്റാ? കൈ പിടിച്ച് ഉമ്മ വെച്ച് എനിക്ക് ഉമ്മ വെക്കാൻ വേണ്ടി തന്നു. അങ്ങനെ കിസ്. ആ ചെറുക്കൻ കാര്യത്തിലേക്ക് കടന്നവൻ. പറ ഫോർ എ ടിൻഡർ ഡേറ്റ് ഗോൺ റോങ്. സോ ലാസ്റ്റ് 2 വീഡിയോസിൽ ഞാൻ ടിൻഡറിൽ നിന്ന് പരിചയപ്പെട്ട ഒരു ബോയുടെ കൂടെ ഡേറ്റിന് പോയതായി കണ്ടു. ആൻഡ് ഹി ആസ്ക്ഡ് മീ അഗൈൻ. സോ ഈ വട്ടം ഞാൻ ആളെ ഗ്രീൻ ഫ്ലാഗ് ആണെന്ന് അറിയാനും ആളുടെ മനസ്സിൽ എന്താണ് അറിയാനും കുറച്ച് ശ്രമങ്ങൾ നടത്തി. ആളെ പിക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ പോയി. ആൾ എനിക്ക് ഫുഡ് കൊണ്ടുവന്നു. ആൾ എനിക്ക് ഫുഡ് കൊണ്ടുവന്നു എന്ന് തന്നെയല്ലേ പറഞ്ഞത്? ഇത് ഞാൻ കേട്ടതിൻ്റെ പ്രശ്നമൊന്നുമല്ലല്ലോ. ഇത് കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയ്ക്കകത്ത് ഒരു പെൺകുട്ടി ടിൻഡറിൽ നിന്നും കണ്ട് പരിചയപ്പെട്ടൊരു ചെറുപ്പക്കാരനുമായിട്ട് ഡയറ്റിന് പോന്നു. ഈ ഡയറ്റിന് പോകുമ്പോഴത്തേനും വളരെ എക്സ്പെൻസീവായിട്ട്, ഹീസ് എ ലെക്ചറി പേഴ്സൺ, അവൻ വാരിക്കോരി എനിക്ക് പൈസ ചിലവാക്കുന്നു. അങ്ങനെ ഈ പെൺകുട്ടി PSC ടെസ്റ്റ് ലെവലിൽ കുറേ ചോദ്യങ്ങൾ കുറേ ടെസ്റ്റുകൾ നടത്തി. ആ ടെസ്റ്റിൽ നിന്നും ഇവൻ ഗ്രീൻ ഫ്ലാഗ് ആണോ റെഡ് ഫ്ലാഗ് ആണോ എന്ന് കണ്ടുപിടിക്കുന്നു. ഇതായിരുന്നു ആ വീഡിയോ. ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ അത് കണ്ടിട്ട് ഇത് കണ്ടാലേ നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള ആ വീഡിയോയുടെ ഒരു എക്സ്പീരിയൻസ് കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ നിങ്ങളിത് കണ്ടു കഴിഞ്ഞിട്ട് അത് പോയി കണ്ടാലും മതി. അത് ഞാൻ മേളി ഐ ബട്ടണിൽ കൊടുത്തേക്കാം. ഓക്കെ, അപ്പോൾ ഈ പെൺകുട്ടിയും ചെറുപ്പക്കാരനും ടിൻഡറിൽ കൂടെ കണ്ട് പരിചയപ്പെടുന്നു. അതൊരു ഡേറ്റിംഗ് ആപ്പാണ്. എന്നിട്ട് ഇവർ രണ്ടും കൂടെ കൊച്ചിയിലൂടെ കറങ്ങി തിരിഞ്ഞ് നടന്ന് ഡേറ്റിംഗ് നടത്തുന്നു. അങ്ങനെ ഈ പെൺകുട്ടിയെ ഒന്ന് തൊടാൻ വേണ്ടി ആ ചെറുപ്പക്കാരൻ മുടക്കിയത് 2388 രൂപയാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡ്രസ്സ് മേടിച്ചു കൊടുത്തത് 1598, ഡയറി മിൽക്ക് 250, ബർഗർ 110, സ്നാക്സ് 60, സ്നാക്സ് 30, പിന്നെ വേറെ എന്താണ്ട് ഒരു സാമാനം 60, 250 രൂപയുടെ കേക്ക്, പിന്നെ 90 രൂപയുടെ മറ്റൊരു കേക്ക്. ഇതൊക്കെയാണ് ലവൻ മേടിച്ചു കൊടുത്തത്. പക്ഷേ ലവൻ്റെ സൈഡിൽ നിന്നൊരു എക്സ്പ്ലനേഷൻ വന്നേക്കുന്നത് അതിനകത്ത് പറയുന്ന കേട്ടോണേ. നമ്മളിവിടെ കേട്ടെന്താ, ലവൻ എനിക്ക് ഫുഡ് ഇത് കേട്ടോണേ നിങ്ങൾ. പോകുമ്പോൾ എങ്ങനെ ചെലവ് ചുരുക്കാന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ പറഞ്ഞുതരാം. നമുക്ക് മെയിനായിട്ട് ചെലവ് വരുന്നത് ഫുഡിന്റെ കാര്യത്തിലാണ്. അതുകൊണ്ട് തന്നെ ഞാനാണെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട ഒരാളോട് ഞാൻ പറഞ്ഞു ഹോസ്റ്റലിൽ നിന്ന് ഫുഡ് എടുത്തോണ്ട് വരാൻ. എൻ്റെ പ്രിയപ്പെട്ട ആളോട് ഞാൻ പറഞ്ഞു ഹോസ്റ്റലിൽ നിന്ന് ഫുഡ് എടുത്തുകൊണ്ട് വരാൻ. അവളാണോ പ്രിയപ്പെട്ട ആള്, അതോ വേറെ ഡയറ്റിന് പോയ ആളാണോ പ്രിയപ്പെട്ട? ഡയറ്റല്ലോ, ഡയറ്റിന് പോയതാണോ പ്രിയപ്പെട്ടവള്? ഇവനാണ് രാമഭദ്രനെ തട്ടിയവൻ. നിന്നെ ഞാൻ തപ്പി നടന്നത്. നീ ആ പെണ്ണിനെ ഒന്ന് തൊടാൻ 2388 രൂപ മുടക്കലടാ. അപ്പോൾ ഇവൻ്റെ വീഡിയോ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളൊരു പെൺകുട്ടിയായിട്ട് ഡേറ്റിന് പോകുമ്പോൾ എങ്ങനെ ചുരുങ്ങിയ ചിലവിൽ ആ സംഭവം ചെയ്ത് തീർക്കാം, വളരെ ലോ റേറ്റിനകത്ത്. അപ്പോൾ അതാണ് ഇവൻ്റെ വീഡിയോ. അപ്പോൾ ഇവൻ ആരാണ്ടോട് പറഞ്ഞ് ഹോസ്റ്റലിൽ നിന്ന് ഫുഡ് കൊണ്ടുവന്നിട്ട് ആ ഫുഡ് ഇവൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതെന്ന് പറഞ്ഞുകൊണ്ട് ആ പെണ്ണും കൊച്ചിൻ്റെ അണ്ണാക്കി തള്ളി തിരികെ കെടുത്തയാണോ എന്ന് നമുക്കറിയത്തില്ല. അതോ ആ പെൺകൊച്ചത് വീട്ടിൽ ഹോസ്റ്റലിൽ നിന്ന് കൊണ്ടുവന്നിട്ട് ഇത് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഭയങ്കര ഒരു പോഷായിട്ട് കാണിച്ചോണോ എന്നറിയത്തില്ല, റിച്ചായിട്ട് കാണിച്ചോണോ എന്ന് നമുക്കറിയത്തില്ല. ഏതായാലും ഇവൻ 100ൽ 98 മാർക്ക് മേടിച്ച് ജയിച്ചതാട്ടോ ആ പെണ്ണിൻ്റെ ടെസ്റ്റിനകത്ത്. അപ്പോൾ നമുക്ക് ബാക്കി കാണാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ചിലവ് കുറയ്ക്കാം. അങ്ങനെ ഞാൻ രാവിലെ തന്നെ കഴിച്ചത് ബ്രെഡും അതേപോലെ മുട്ടക്കറിയുമാണ്. ഞാൻ വിചാരിച്ചത് ഒരു അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന്റെ ചെലവ് ഞങ്ങൾ ചുരുക്കി. ഞാൻ നോർമലി 4 മുട്ടയാണ്. ഓടോ, അവനും വായി വെച്ചൊക്കെ കൊടുത്തടേ. അവൻ്റെ അണ്ണാക്കി തള്ള. ഞാൻ തെറ്റിദ്ധരിച്ച്, ഈ പെൺകുട്ടി ഞാൻ ശരിക്കും തെറ്റിദ്ധരിച്ച്. ഞാൻ വിചാരിച്ച് ഇവൻ്റെ ഒന്ന് മേടിച്ച് കഴിച്ചതേ ഉള്ളൂ, ഈ പെൺകുട്ടി ഒന്നും കൊടുത്തിട്ടില്ലെന്ന് വിചാരിച്ചു. അങ്ങനെയല്ല, ഈ പെൺകുട്ടി അവനെ സ്നേഹിച്ചു. കെയറിങ് ഏട്ടായിക്കുട്ടിയാണ് ആ പെൺകുട്ടി. രാവിലെ കഴിക്കുന്നത്, അതുകൊണ്ട് തന്നെ വിശപ്പ് മാറിയില്ല. ഞാൻ അതുകൊണ്ട് ഒരു പഴവും കൂടെ മേടിച്ചു. അത് കഴിഞ്ഞ് 15 രൂപയുടെ പഴം. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ടായിരുന്നു, ഇവൻ എന്തിനാ 1 വീതം 3 നേരം ഏത്തപ്പഴവും പെറുക്കിക്കൊണ്ട് നടക്കുന്നത്? ഇവൻ വല്ല ജിം ഉണ്ടാക്കുന്നതാണോ അതോ ഏത്തപ്പഴത്തിൻ്റെ എന്തെങ്കിലും ഹോൾസെയിൽ ബിസിനസ് ഉണ്ടോന്ന്? അല്ല, ഒരേത്തപ്പഴത്തിന് 15 രൂപയുള്ളൂ. ഒരേത്തപ്പഴം മേടിച്ച് കഴിഞ്ഞാൽ പകുതി ആ പെണ്ണെ കൊണ്ട് തിരിച്ചിട്ട് ബാക്കി പകുതി ഇവന് തിന്നാം. അപ്പോൾ 15 രൂപയ്ക്ക് 2 പേർക്ക് ഫുഡ് തിന്നാൻ പറ്റും. അപ്പോൾ ആദ്യം 15 രൂപയുടെ ഏത്തപ്പഴം തിരികെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ആഹാരത്തിൻ്റെ അളവ് കുറയും. അപ്പോൾ കുറച്ച് ചിലവാക്കിയാൽ മതി. ചെറുക്കാൻ ബുദ്ധിമാനാ, വെറുതെ അവനെ തെറ്റിദ്ധരിച്ച്. ഞാൻ നേരെ മെട്രോ കയറി പോയത് ലുലു മാളിലേക്കാണ്. അവിടെ ആണെങ്കിൽ നമുക്ക് കാമായിട്ടിരിക്കാനും സംസാരിക്കാനും ഒക്കെ പറ്റും. അങ്ങനെ കറങ്ങി നടക്കാനും സ്ഥലമുണ്ട്. ഞങ്ങൾ കുറച്ച് നേരം ഹൈപ്പർ മാർക്കറ്റിലേക്ക് കയറി കറങ്ങി അടിച്ചതാണ്. ട്രാവൽ ചെയ്യാനായിട്ട് മാക്സിമം മെട്രോ യൂസ് ചെയ്യുക, അതാണ് ഏറ്റവും ചീപ്പായിട്ടുള്ള സംഗതി. ആ പെണ്ണ് നോക്കിയപ്പോഴത്തേനും ഇവ എന്നെ മെട്രോയിൽ കയറ്റി ലുലുവിൽ കൊണ്ടുപോയി മുട്ടായി മേടിച്ചു വന്നു, റിച്ച്. അവൻ നോക്കിയപ്പോഴത്തേനും മെട്രോ 30 രൂപ, മറ്റേ ബസ്സിൽ പോയി കഴിഞ്ഞാൽ 60 രൂപ, 30 രൂപ ഫിക്സ്. അവൻ വേറെ പ്ലാനിങ്, അത് വേറെ പ്ലാനിങ്. അത് നീ ബോയ് ഫ്രണ്ട് പറ്റിയില്ല, നീ ഹസ്ബൻഡ് പറ്റിയില്ല, നീ കെട്ട പെണ്ണെ.
ഫുഡ് ഞങ്ങൾക്ക് ലാഭം പിടിക്കാൻ പറ്റി. കാരണം എന്റെ കൂടെയുള്ള പ്രിയപ്പെട്ടവള് വീണ്ടും ഹോസ്റ്റലിൽ നിന്ന് ഫുഡ് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഉച്ചയ്ക്ക് അത് ശരി. അപ്പോൾ ഹോസ്റ്റലിൽ നിന്ന് പഠിക്കാനോ ജോലിക്കോ എവിടെ പോകുന്ന പോലെ പൊതിയും കെട്ടി ഇറങ്ങിയതാണ് ഇവൻ്റെ കൂടെ കറങ്ങാൻ. അപ്പോൾ എത്ര നേരത്തെ ചോറ് കൊണ്ടുവന്ന്? 2 നേരം 3 നേരം. രാവിലെ ഉള്ള ബ്രെഡും മുട്ടക്കറിയും കൊണ്ടുവന്നു, ഉച്ചക്കത്തെ ചോറും പൊതിഞ്ഞുകൊണ്ട് വന്നു. അപ്പം ഈ പെൺകുട്ടിയുടെ വീഡിയോയിൽ ഇങ്ങനൊന്നും അല്ലായിരുന്നല്ലോ ഇതിൻ്റെ സെറ്റപ്പ്. ഇവൻ നമ്മുടെ പ്രശ്നമാണോ? ഈ ശരിക്കും നിങ്ങളിൽ ആരാ ശരിക്കും ശരി? ഇത് എന്താന്ന് പറഞ്ഞ ഈ ലോകത്ത് നടക്കുന്നേ? റൈസും അതുപോലെ സാമ്പാറുമാണ്. നോൺ വെജ് ഐറ്റംസ് ഒന്നും ഇല്ല. അതുകൊണ്ട് ചെറിയൊരു സങ്കടം ഉണ്ടായിരുന്നു കേട്ടോ. വൻ ബഡ്ജറ്റ് റൈസും സാമ്പാറും. ഇത് ഹംഗ്രി മൃണാളിൽ പോലും ഇത്രയും ദരിദ്രം പിടിച്ച ചോറ് കൊടുക്കത്തില്ലല്ലോ. ചോറ് സാമ്പാർ മാത്രമേ. 30 രൂപ കൊടുത്തു കഴിഞ്ഞാൽ മോരും കുന്നവും കുറച്ചക്കറൊക്കെ കെട്ടിത്തരത്തില്ലേ? കൊല്ലത്ത് അവിടെ തരുമെന്ന് എനിക്കറിയത്തില്ല, എറണാകുളത്ത് തരുമെന്ന് അറിയത്തില്ല. അപ്പോൾ വെരി ചീപ്പ് യാത്രയായിരുന്നു. നമ്മൾ എക്സ്പെൻസീവ് തെറ്റിദ്ധരിപ്പിച്ചതാണ് നമ്മളെ. പാവം ഞാനൊക്കെ എന്താ വിചാരിച്ചെന്നറിയോ, ഇവ എന്തോരം സാധനങ്ങൾ മേടിച്ച് തന്നിട്ടാണെന്നറിയോ ഇവനൊന്ന് റൊമാൻസ് ചെയ്യാനുള്ള അവസരം കിട്ടിയത്. അപ്പം നമ്മൾ വിചാരിക്കുന്നത് എന്തുവാ, ഒരു പെൺകുട്ടിയുമായിട്ട് ഡേറ്റിങ്ങിന് പോയിട്ട് ഇമ്പ്രസ് ചെയ്യണമെങ്കിൽ 2388 രൂപ മുടക്കണം. അപ്പം നിങ്ങൾ ഈ മറ്റേ അവിടെ കയറി ഡ്രസ്സ് ചുമ്മാ ഇട്ട് നോക്കിയിട്ട് മേടിച്ചെന്നൊന്നും പറഞ്ഞതേ ഉള്ളായിരിക്കും അല്ലേ? കണ്ടന്റ് ലൈഫും റിയൽ ലൈഫും മറ്റേ പറയുമല്ലോ, റിയൽ ലൈഫും വ്യത്യസ്തമാണ്. തെളിയിച്ചല്ലേ. ഒരു പ്ലാൻ എന്താണെന്ന് വെച്ചാൽ നമ്മൾ രാവിലെ ഉച്ചയ്ക്കത്തെ ഫുഡ് ലാഭം പിടിച്ചിട്ട് രാത്രി നല്ല ഹെവി ആയിട്ട് നല്ല റെസ്റ്റോറൻറ്റിൽ പോയി കഴിക്കാനാണ്. അങ്ങനെ ഞങ്ങൾ രാത്രി പോയ കടയാണ് കുബാവ. അവിടെ ആണെങ്കിൽ നല്ല മന്തി കിട്ടുമെന്ന് പറഞ്ഞാണ് പോയത്. ഞങ്ങൾ മേടിച്ചത് ബീഫ് മന്തിയാണ്. എൻ്റെ പൊന്നെ ഒരു രക്ഷയില്ല. ഞാൻ ആദ്യമായിട്ടാണ് ബീഫിന്റെ കുഴിമന്തി കഴിക്കുന്നത്. അടിപൊളി. ശരി, അവൻ ജീവിതത്തിൽ ആദ്യമായിട്ട് ആ സാമാനം കഴിക്കുന്നത്. അത് ഈ പെണ്ണിൻ്റെ കൂടെ ഡയറ്റിന് പോയപ്പോൾ അത് ഈ പെൺകൊച്ചത് വേണമെന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും മേടിച്ചത്. സ്വന്തം ശരീരത്തിന് മുടക്കണം, എന്നിട്ട് എല്ലാവരുടെയും ശരീരത്തിന് മുടക്കാം. നിനക്ക് പണി വല്ലതും ഉണ്ടോ? അതോ വീട്ടിൽ അപ്പൻ്റെ അമ്മയുടെ കാശ് നടക്കുകയാണോ നീ? എനിക്കറിയാൻ പാടില്ല. പണി ഉണ്ടെങ്കിൽ നല്ല കേട്ടോ. ബീഫ് ഭയങ്കര സോഫ്റ്റും അടിപൊളിയാണ്. പിന്നെ നമുക്ക് ഇങ്ങനെയൊക്കെ ലാഭം പിടിക്കാൻ പറ്റുന്നത് നമ്മളെ അറിയുന്ന, നമ്മളെ കുറച്ച് മനസ്സിലാക്കുന്ന ഒരാളുമായിട്ട് ഇങ്ങനെയൊക്കെ ലാഭം പിടിക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ. പെങ്കൊച്ചിന്റെ വീഡിയോയിൽ ഞാൻ കണ്ടിരുന്നു നിന്നെ മനസ്സിലാക്കിയത് ലാഭം പിടിച്ചതൊക്കെ. പറ നീ ബാക്കി പറ. അല്ലാത്തവരോടല്ല ഇങ്ങനെ ലാഭം പിടിക്കാൻ പറ്റത്തില്ല. സോ ഈ വീഡിയോ എന്ന് പറയുമ്പോൾ ഒരു എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമുള്ളതാണ്. സോ വേറൊന്നും വിചാരിക്കരുത്. സോ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ. ബൈ. ഇത് എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി ക്രിയേറ്റ് ചെയ്ത വീഡിയോ ആണ്. ഇവനപ്പോൾ ആ പെൺകുട്ടിയുടെ വീഡിയോയിൽ നമ്മൾ കണ്ടത് ഇത് 1ാമത്തെ ഡേറ്റ് ആണോ 2ാമത്തെ ഡേറ്റ് ആണോ 3ാമത്തെ ഡേറ്റ് ആണോ 15ാമത്തെ ഡേറ്റ് ആണോ എന്ന് നമുക്കറിയത്തില്ല. പെൺകുട്ടിയുടെ വീഡിയോയിൽ പറഞ്ഞത് മൊത്തത്തിൽ ഒന്ന് തൊടാൻ വേണ്ടി പോലും, ഒന്ന് സ്പർശിക്കാൻ വേണ്ടി പോലും, ദർശനേ പാപം സ്പർശനേ പുണ്യം, ഒന്ന് സ്പർശിക്കാൻ വേണ്ടി പോലും അവൻ മുടക്കിയത് 2388 രൂപ എന്നുള്ളതാണ്. ഇനി ആദ്യം അവനെ ഇവിടെ നിന്ന് കടം മേടിച്ചിട്ട് ഒന്ന് ചിലവാക്കണമെന്ന് അറിയത്തില്ല. പക്ഷേ അവൻ്റെ കണക്ക് പ്രകാരം ബനാന പയം 15 രൂപ, അല്ല ഏത്തപ്പയം, മെട്രോ ആൻഡ് ഊബർ 200 രൂപ, നൈറ്റ് രാത്രിയിലത്തെ ഫുഡ്, രാവിലെ ഉച്ചയ്ക്ക് നമ്മൾ വീട്ടിൽ നിന്ന് ഹോസ്റ്റലിൽ നിന്ന് കെട്ടിപ്പുറക്കി കൊണ്ടുവന്നേ. നിങ്ങളിൽ ആരാ ശരിക്കും ഹോസ്റ്റലിൽ നിൽക്കുന്നത്? മൊത്തം കൺഫ്യൂഷനായല്ലോ. ബീഫ് മന്തി 666. എടാ മിടുക്കുക, നീ അത് മുടക്കി. ടോട്ടൽ 888 രൂപയാണ് അവൻ മുടക്കിയത്. ഈ പെങ്കൊച്ചിൻ്റെ കണക്ക് പ്രകാരം 2388 രൂപ മുടക്കി. 1200 രൂപ ഓൾ ഡേ എക്സ്പെൻസ് ഇഫ് വി ലാവിഷ്. 1200 രൂപ ഉണ്ടാകും ഫുൾ പരിപാടി. നീ കൊള്ളാടാ മോനെ, നീ പച്ച പിടിക്കും. ഇനി ഇതല്ല, വേറൊരു സാധനം ഞാൻ കാണിച്ചു തരാം. ഇവർ മുട്ടായി തിന്നുന്നുണ്ട്. മുട്ടായി തിന്നുന്നുണ്ട്. മുട്ടായി തിന്നുന്നത് ആദ്യം ഈ പെങ്കൊച്ച് കാണിക്കുന്നത് നമുക്ക് കാണാം. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവൻ കേക്ക് മേടിച്ചു, ഇപ്പം മേടിച്ചു കൊടുത്ത സാധനങ്ങളെ ഡയറി മിൽക്കിൻ്റെ മുട്ടായി 250 രൂപയുടെ, 110 രൂപയുടെ ബർഗർ, 30 രൂപയ്ക്ക് വേറെ എന്തോ സ്നാക്സ്, 60 രൂപയ്ക്ക് വേറെ എന്തോ സാധനം, 280 രൂപയ്ക്ക് ഹൃദയത്തിൻ്റെ ഷേപ്പിലുള്ള കേക്ക്, 90 രൂപയ്ക്ക് ചോക്കോലാവ കേക്ക്, സ്പ്രൈറ്റ് 0 ഷുഗർ. അവ ഹെൽത്തിയാണ്. ബാക്കിയെല്ലാം ഹെൽത്തി ആണല്ലോ. 250 രൂപയുടെ ഡയറി മിൽക്ക് സിൽക്കിനകത്ത് മധുരമേ ഇല്ല, 0 ഷുഗർ. ചോക്കോലാവ കേക്ക് 0 ഷുഗർ. ഹാർട്ടിൻ്റെ ഹൃദയമുള്ള കേക്ക് മധുരം എന്ന് പറയുന്ന സാധനമില്ല, പാവയ്ക്ക കൊണ്ടുണ്ടാക്കിയ സാധനം ഇല്ലേ. ഒരു സ്പ്രൈറ്റിനകത്ത് മാത്രം അവൻ നന്മ മരം. പറ, ചോക്ലേറ്റ് മേടിച്ച കഥ പറ കേൾക്കട്ടെ. ഹലോ എവരിവൺ, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ടിൻഡറിന് ഞാൻ പരിചയപ്പെട്ട ഒരാൾ ബോയ് ഫ്രണ്ട് മെറ്റീരിയൽ ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ടെസ്റ്റുകൾ നടത്തിയിട്ടുണ്ടായിരുന്നു. ആ ടെസ്റ്റ് നമുക്ക് ഈ വീഡിയോയിലും കണ്ടിന്യൂ ചെയ്യാം. ഫസ്റ്റ് ഇതുവരെ തീർന്നില്ലയോ? അവനൊന്ന് തുമ്മിക്കഴിഞ്ഞാൽ അതെന്തോ ടെസ്റ്റ് ചെയ്യും. ഫസ്റ്റ് നിങ്ങളൊരു ബോയ് ഫ്രണ്ടിനെ സെലക്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ ടെസ്റ്റൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നേരെ ഏതെങ്കിലും ലബോറട്ടറി ലാബിൽ പോകണം. ലാബിൽ പോയിട്ട് അവരുടെ രക്ത സാമ്പിൾ കൊടുത്തിട്ട് അവന് ഒക്കെ ഉണ്ടോ എന്ന് പരിശോധിക്കണം. അല്ലാതെ അവൻ ഡോറ് തുറന്നു തരുമോ, തുറന്നു വന്നിട്ട് അടച്ചു തരുമോ, അവ വന്നിട്ട് കൈപിടിക്കുമോ? പറ.
ഓപ്പണിംഗ് ടെസ്റ്റ് ആണ്. ഒരു വണ്ടിയുമ്പോ കയറുമ്പോൾ ആള് ഫസ്റ്റ് എനിക്ക് ഡോർ ഓപ്പൺ ചെയ്ത് തന്നിട്ട് ആളിനെ ഫസ്റ്റ് കേട്ടിട്ടാണ് അവിടെ ഇരുന്ന്. അങ്ങനെ ആ ടെസ്റ്റ് പാസ്സായി. പിന്നെ ക്വാളിറ്റി ഓവർ കോസ്റ്റ് ടെസ്റ്റ് ആണ്. ആള് വില കുറഞ്ഞ ലോ ക്വാളിറ്റി സാധനം എനിക്ക് വേണ്ടി പിക്ക് ചെയ്യുമെന്നായിരുന്നു. പക്ഷെ അല്ല, ആള് വില കൂടി. കൊച്ചെ, അവൻ്റെ ബഡ്ജറ്റ് മൊത്തം 1200 രൂപയുള്ളൂ. അതിനകത്ത് നിർത്തിക്കോളാം. വില കൂടിയ ഈ സാമാനത്തിന് ഭയങ്കര വിലയില്ലേ ഈ മുട്ടായിക്ക്, ഈ ത്രികോണം എന്നിരിക്കുന്ന മുട്ടായിക്ക്. അവ ഒരു തരത്തിൽ താളത്തിൽ ഓടിച്ചോണ്ടിരിക്കുക. നൂലിന്മേലുള്ള കളിയാ ചെറുക്കൻ്റെത്. ഒന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ പോയി കഴിഞ്ഞാൽ കൊക്കയിൽ പോവും. ആ ചെറിയ സ്പാനർ എടുക്കേണ്ടി വരും പിന്നെ മുറുക്കാനായിട്ട്. അവനെ അങ്ങ് തൊലയ്ക്കാനുള്ള പരിപാടിയായിട്ട് ഇറങ്ങിയേക്കുക. അവൻ്റെ ബഡ്ജറ്റ് ഇല്ല. ഇനിയും കടം ചോദിച്ചു കഴിഞ്ഞാൽ അവൻ്റെ കൂട്ടുകാരനെ അവൻ്റെ തന്തയ്ക്ക് വിളിക്കും. അതുകൊണ്ട് ഒരെണ്ണം കിട്ടിയില്ലേ, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുക കൂട്ടി. ഇല്ലെങ്കിൽ അടുത്തവൻ്റെ ഇലയെന്ന് വരുത്തിന്ന്. ആളാ ടെസ്റ്റ് ഫെയിൽഡ് ആക്കി വിട്ടതായിരുന്നു. പക്ഷെ ആൾക്ക് സർപ്രൈസ്. കുനാഫ പിസ്താച്ചു ചോക്ലേറ്റ്. ഓ, ഈ മുട്ടായി അവൻ മേടിച്ചെന്നാ? പറ. എനിക്ക് വേറൊരു ചോക്ലേറ്റ് മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അതുകൊണ്ട് അപ്രൂവ് ആക്കി വിട്ടു. ആളിനത് പിടിപ്പിച്ചു. ഇതൊരു അൺഎക്സ്പെക്ടഡ്. അവന് ആ ചെറുക്കൻ ഈ കൊച്ചിന് ഒരു മുട്ടായി മേടിച്ച് കൊടുത്ത്, എന്നിട്ട് ഇവ എന്തോ ഇത് സർപ്രൈസ് ആയിട്ട് മറ്റൊരു മുട്ടായി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ മറ്റൊരു മുട്ടായി ഇവൻ കൊടുത്തിട്ട് ഇവൻ ആ മുട്ടായിലേക്ക് എത്തിച്ചേർന്ന കഥ നിങ്ങൾക്കറിയാമോ? കാണിച്ചു തരാം. എന്റെ പ്രിയപ്പെട്ടവൾക്ക് ചോക്ലേറ്റ് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഇന്ന് അവൾക്ക് ചോക്ലേറ്റ് മേടിച്ചു കൊടുക്കാന്ന് വിചാരിച്ച് വ്യത്യസ്തമായിട്ടൊരെണ്ണം മേടിക്കാന്ന്. ദേ, കുനാഫ പിസ്താച്ചു ചോക്ലേറ്റ് ബെറ്റർ ദാൻ എ ഹഗ്. പറ. ഞാൻ പോയത് കുനാഫ പിസ്റ്റാഷ്യോ ചോക്ലേറ്റ് ഞാൻ മേടിച്ചത് PK ഹൈപ്പർ മാർക്കറ്റിൽ നിന്നാണ്. എറണാകുളമാണ് ഇത് വരുന്നത്. അങ്ങനെ ഫൈനലി ഞാൻ അവർക്ക് ചോക്ലേറ്റ് കൊടുത്തു. പുള്ളിക്കാരി എക്സ്പെക്ട് ചെയ്തതേ ഇല്ല ഇങ്ങനൊരു ഗിഫ്റ്റ്. ഞാനും ചോക്ലേറ്റ് ഒക്കെ കഴിച്ചിട്ട് കുറെ നാളായി. അങ്ങനെ ഞാനും ഇതിൽ നിന്ന് നൈസായിട്ട് കഴിക്കാന്നൊക്കെ വിചാരിച്ചാണ് എൻ്റെ ഒരു പ്ലാൻ. അങ്ങനെ എൻ്റെ പ്ലാൻ എനിക്ക് മനസ്സിലായി. അവൻ ഒരു ചോക്ലേറ്റ് മേടിച്ച് കൊടുത്തിട്ട് അതിൽ നിന്ന് പകുതി ചൂണ്ടാമെന്നൊരു പ്ലാനിലാണ് അവനത് ചെയ്തത്. അപ്പോൾ പുള്ളിക്കാരന് കഴിക്കേണ്ട സാധനങ്ങളൊക്കെ പുള്ളിക്കാരൻ മേടിച്ചിട്ട് അത് നടുവിനെ കട്ട് ചെയ്തിട്ട് പകുതി എടുക്കും, പകുതി കൊടുക്കും. അപ്പോൾ 0 ഷുഗർ സ്പ്രൈറ്റ് മേടിച്ചതിൻ്റെ കാരണം അവന് 0 ഷുഗറാണ് ഇഷ്ടം. കാര്യം മനസ്സിലായോ? അപ്പോൾ ഈ ഒരു മുട്ടായി നമ്മൾ കഴിക്കുമ്പോഴത്തേനും സുഭിക്ഷമായി കഴിക്കണം. ഇതാളിച്ച് പൊളിച്ച് കാണാം. ഇത് പൊട്ടിച്ചു നോക്കി. എന്റെ പൊന്നെ, കാണാൻ തന്നെ ഭയങ്കര രസം ഉണ്ടായിരുന്നു കേട്ടോ. ഫസ്റ്റ് ടൈമാണ് ഞാൻ പിസ്റ്റാഷ്യോ ചോക്ലേറ്റ് കഴിക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നടുക്കത്തെ ഫില്ലിങ്സ് ചോക്ലേറ്റും കൂടെ വരുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരുന്നു. ഈ ഒരു ചോക്ലേറ്റ് ഇവരുടെ വെബ്സൈറ്റിലും ഇൻസ്റ്റാമാർട്ടിലും പ്രമോഷൻ. നമുക്ക് വീണ്ടും ചോക്ലേറ്റ് അവിടെ കൊടുത്തതിലേക്ക് മടങ്ങിപ്പോവാം. അവൻ്റെ പ്ലാൻ എന്തുവാ? ഇവൻ നേരത്തെ മേടിച്ച് വന്നിട്ട് എന്നിട്ട് അവളെ കൊണ്ടൊന്ന് മേടിച്ചാൽ മതി. എന്നിട്ട് ഇത് ഞാൻ തിന്നിട്ടില്ല, മുറിച്ച് രണ്ടാക്കാം. അല്ല, അവളെ മാത്രം കൊടുത്താൽ അവൾ 250 രൂപയുടെ ഡയറി മിൽക്ക് സിൽക്ക് 10 എടുത്തു കഴിഞ്ഞാൽ കുടുംബം വിൽക്കേണ്ടി വരും. അവനെ പാപ്പരാക്കി വിടുന്നുണ്ട്. നമുക്കിത് ബാക്കി കാണാം. ബാക്കി കണ്ടിട്ട് നമുക്ക് അങ്ങോട്ടേക്ക് ചെല്ലാം. ഈ ടെസ്റ്റിന്റെ പേരെന്തുവാ? ഈ ടെസ്റ്റിന് എന്ത് പേര്? നീയാണോ ടെസ്റ്റ് ചെയ്യുന്നത്, അവനാണോ ടെസ്റ്റ് ചെയ്യുന്നത്? ഇത് സത്യത്തിൽ ഇത് ആർക്ക് വെച്ച ടെസ്റ്റാ? 2 ഇൻസ്റ്റാഗ്രാമിൽ നാട്ടുകാരെ കാണിക്കാനായിട്ട് റീല്. എന്നിട്ട് ഇവൻ അവൻ്റെ മുഖം കാണിക്കത്തില്ല, അവൻ ഇവൻ്റെ മുഖം കാണിക്കത്തില്ല, അല്ല ഇവളുടെ മുഖം കാണിക്കത്തില്ല. മൊത്തത്തിൽ അങ്ങോട്ട് മാച്ച് ആവുന്നില്ല. എത്ര ഡേറ്റിന് പോയി നിങ്ങൾ? പറ ബാക്കി പറ. ക്ലീനിങ് ടെസ്റ്റ് പറഞ്ഞു വിടാം, കുഴപ്പമില്ല. ക്ലീനിങ് ടെസ്റ്റോ? ക്ലീനിങ് ടെസ്റ്റ് ഞങ്ങളുടെ നാട്ടിലൊക്കെ ക്ലീനിങ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ മോപ്പിട്ട്. ഇതെന്തൊരു ക്ലീനിങ് ടെസ്റ്റ്? എന്തായാലും ക്ലീനിങ് ടെസ്റ്റ് കൊള്ളാം. ഇനി അടുത്തത് ലാസ്റ്റ് ബൈറ്റ് ടെസ്റ്റ്, അവസാനം കടിക്കുന്ന ടെസ്റ്റ്. ലാസ്റ്റ് ബൈറ്റ് ടെസ്റ്റ് ആണ്. ലാസ്റ്റ് ബൈറ്റ് ഫുഡ് ആള് കഴിക്കും, ഞാൻ കഴിക്കുമെന്നായിരുന്നു. സർപ്രൈസിംഗിലി ആളെ പിന്നെയുള്ള ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഹാൻഡ്സ് ഓൺ മീ ഓൾവേസ് ആണ്. ഏത് സിറ്റുവേഷനിലും ആളിന്റെ കൈ ഹോൾഡ് ചെയ്യുമെന്നാണ്. ആൻഡ് ഓഫ് കോഴ്സ് ആള് പല വഴിയും കണ്ടെത്തി കൈ ഹോൾഡ് ചെയ്യും. അവൻ്റെ പോക്കറ്റിന്റെ കളസം വരെ ഊരി തന്ന്. മറ്റേ പാണ്ടിപ്പടയ്ക്കകത്ത് പറയല്ല, എന്നെ വേർബോഡി ആയിട്ടെങ്കിലും ജീവിക്കാൻ അനുവദിക്കണമെന്ന്. ഇനി അത് വേണം ഇത് വേണമെന്ന് പറയല്ലേ. എന്നാൽ എൻ്റെ പോക്കറ്റ് നീ പിടിച്ചോന്ന് പറഞ്ഞ് പോക്കറ്റ് വരെ ഊരി കാണിച്ചു. എൻ്റെ ഇനി 5 നയ പൈസ ഇല്ല വെച്ചാൽ ഞാൻ വീട്ടിൽ കയറി പോകണമെങ്കിൽ മെട്രോയ്ക്ക് നീ പൈസ തരണം. പണ്ട് വടിവേലുവിൻ്റെ ഒരു പടം ഉണ്ടായിരുന്നു, പൈസ വയ്ക്കുന്ന പോക്കറ്റിൽ നിന്ന് ഇങ്ങനെ ഈ പോക്കറ്റിൻ്റെ സാധനം വെളിയിലിട്ട് സ്വിംഗ് റാങ്. അതേപോലെ അവൻ്റെ കയ്യിൽ ഇനി 5 നയ പൈസ ഇല്ല. ആ ഒരു അവസ്ഥയിലൊക്കെ ചെറുപ്പക്കാരൻ എത്തി. ബാക്കി വെക്കാം. അല്ല, എന്നിട്ട് പോലും ഈ മനസാക്ഷി ഇല്ലാത്ത കൊച്ചിന് മനസ്സിലായില്ലെന്നുള്ളത് അവൻ്റെ ഇനി പൈസ ഇല്ലെന്നും പറഞ്ഞുള്ള പാവം. പിന്നെ എന്റെ ലിസ്റ്റിലത്തെ വേറൊരു
ടെസ്റ്റും കൂടെ നടന്നു. ആളിന് കൈ പിടിച്ച് ഉമ്മ വെച്ച് എനിക്ക് ഉമ്മ വെക്കാൻ വേണ്ടി തന്നു. അങ്ങനെ കിസ് ആ ചെറുക്കൻ കാര്യത്തിലേക്ക് കടന്നവൻ. പറ 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 പറ. ടെസ്റ്റും പാസ്സായി. വിളിച്ചൊരു പിന്നെ ക്ലോത്ത് കെയർ ടെസ്റ്റ് ആണ്. ആളെന്റെ ഡ്രസ്സ് മാറി കിടക്കുന്നത് ശ്രദ്ധിക്കും. ഈ ടെസ്റ്റ് നമ്മൾ നേരത്തെ ഒന്ന് ചെയ്തതല്ലേ? സൂര്യന്റെ കിരണങ്ങൾ ആകാശത്തിൽ നിന്നും ഓസോൺ പാളികളെ കീറി അകത്തോട്ട് വരുന്ന നിമിഷത്തിൽ തൻ്റെ ഡ്രസ്സിന്റെ മാറിക്കിടന്ന ഭാഗം എടുത്ത് ഇതാ നേരത്തെ ഒരു ടെസ്റ്റ് എന്തിനാ 2 തവണ? കെയറിങ് ടെസ്റ്റ്, അതായത് വസ്ത്രത്തിൻ്റെ ചെറിയ ഭാഗം പോലും പുറത്ത് കാണിക്കല്ലേ, അത് ചിലർക്ക് കെയറിങ് ആയിരിക്കും, ചിലർക്ക് ടോക്സിക് ആയിരിക്കും. ഈ പെൺകുട്ടിക്ക് അത് കെയറിങ് ആയിട്ടാണ് തോന്നിയത്. പക്ഷേ ഈ പെൺകുട്ടി അല്പം മോഡേൺ ഡ്രസ്സ് ഇടുന്നൊരു കുട്ടിയാണെന്നാണ് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. മറ്റേ ചോക്ലേറ്റ് കൊടുത്ത അതിനകത്ത് എന്തൊക്കെയോ പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോഴൊന്നും അവൻ്റെ കെയറിങ് കണ്ടില്ല, മുട്ടിൽ മാത്രമുള്ള അവൻ്റെ കെയർ. മുട്ടല്ലേ നീ മുട്ടല്ലേ തന്നെയാണ്. ഓഫ്കോഴ്സ് എന്നെ ആള് കവർ ചെയ്യിപ്പിച്ചു. ഈ ടെസ്റ്റുകളൊക്കെ കഴിഞ്ഞപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. ഹീസ് എ ബോയ് ഫ്രണ്ട് മെറ്റീരിയൽ. ആള് ബോയ് ഫ്രണ്ട് ആക്കാൻ വേണ്ടി എല്ലാ ടെസ്റ്റും. ജയ് അതെന്തോന്നത്? അതിൻ്റെ ഇടയ്ക്കൂടെ എന്തോന്നത് കെട്ടിപ്പിടിക്കുന്ന? ക്യാമറ ഓഫ് ചെയ്തിട്ട് നാട്ടുകാർ കണ്ടു കഴിഞ്ഞാൽ നമ്മളെപ്പോലെ ആൾക്കാർ വന്നിരുന്ന് കുറ്റം പറയും. എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത്? പറ. പാസ്സായി വന്നു. ഞാൻ ലിറ്ററലി ആള് പിന്നെ പ്രപ്പോസ് ചെയ്ത് ഐ വിൽ അക്സെപ്റ്റ് ഇറ്റ്. പിന്നെ എല്ലാവരും പറയുന്നുണ്ട് ആള് മാത്രം എനിക്ക് ഓരോന്ന് മേടിച്ചു തരുന്നല്ലോ, ഞാൻ ആൾക്കൊന്നും മേടിച്ചു കൊടുക്കുന്നില്ല. പിന്നെ അടുത്ത മീറ്റിലേക്ക് ആൾക്കൊരു സർപ്രൈസ് ആയിട്ട് സാധനം മേടിച്ച് വെച്ചിട്ട് അടുത്തതിൽ സർപ്രൈസ് ആയിട്ട് അവന് സാധനം മേടിച്ച് വെച്ചിട്ടുണ്ട്. കഴിഞ്ഞതിനകത്ത് ബ്രെഡും മുട്ടക്കറി വരുന്നല്ലോ, അടുത്തെത്തി സർപ്രൈസ് ആയിട്ട് ഞാൻ പൊറോട്ടയും മുട്ടക്കറിയും കൊണ്ട് കൊടുക്കാൻ അവന് ഞാൻ മേടിച്ച് കൊടുക്കും. ഞാൻ സർപ്രൈസ് ആക്കും. ഞാൻ കൊള്ളാം, സർപ്രൈസ് ആക്കണം. ഇത് മാത്രമല്ല, ഇനി ഒരു വീഡിയോയും കൂടെ ഉണ്ട്, അതുകൂടെ കണ്ടിട്ട് നമുക്ക് ഈ പരിപാടി നിർത്താം. ഹലോ എവ്രി വൺ, കം വിത്ത് മീ ഫോർ എ ടിൻഡർ ഡേറ്റ്. സോ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഒരു ബോയിനെ മീറ്റ് ആക്കി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്റെ ആൾ എന്നോട് രണ്ടാമതൊരു മീറ്റിന് വേണ്ടി ചോദിച്ചു. ആൻഡ് ഐ വാസ് ലൈക്ക് വൈ നോട്ട് ഗിവ് ഇറ്റ് എ ട്രൈ. ആൾ കുറെ ദൂരം നിന്നാണ് എന്നെ കാണാൻ വേണ്ടി വരുന്നത്. അഫ്കോഴ്സ് നിനക്ക് പരിപാടി ലാഭമാണല്ലോ. അവൻ എങ്ങോട്ടെങ്കിലും കൊണ്ടപ്പോൾ ഡേറ്റിന് വരുന്നോടാ കുട്ടാ എന്ന് ചോദിക്കും, ഡേറ്റിന് ചെല്ലും. ലവൻ പൈസ എല്ലാം മുടക്കിക്കോളും. ലവൻ ചിന്തിക്കുന്നത് എന്താണ്? കഴിക്കാൻ മേടിച്ചു കൊടുക്കുമ്പോൾ ഇവിടുന്ന് 15 രൂപയുടെ 2 ഏത്തപ്പഴം മേടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ അവളെ 15 30 രൂപയ്ക്ക് രാവിലത്തെ പരിപാടി തരും. ഹോസ്റ്റലിൽ നിന്ന് ഫുഡ് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അവൻ വേറെ പ്ലാനിങ്ങില്ല, നീളെ വേറെ പ്ലാനിങ്ങില്ല. റെയിൽവേ സ്റ്റേഷനിൽ പിക്ക് ചെയ്യാൻ വേണ്ടി പോയി. ആൾ ലിറ്ററലി ആളുടെ വീട്ടിൽ നിന്ന് എനിക്ക് വേണ്ടി ബ്രേക്ക്ഫാസ്റ്റ് പ്രിപ്പയർ ചെയ്ത് കൊണ്ടുവന്നു. ദാറ്റ് വാസ് ആളുടെ വീട്ടിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് പ്രിപ്പയർ ചെയ്തുകൊണ്ട് വന്നോ? അങ്ങനെ അല്ലല്ല അവൻ പറഞ്ഞത്. ഇജ്ജ് ഹോസ്റ്റലിൽ നിന്ന് എടുത്തോണ്ട് വന്നല്ലേ പറഞ്ഞേ. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം, അവൻ ഇതിന് മുമ്പേ ഡേറ്റിന് പോയ ആരാണ്ടോടോ പറഞ്ഞ് അവൾ ഹോസ്റ്റലിൽ നിന്ന് നീ സുനാപ്പി പൊതിഞ്ഞുകൊണ്ട് വരണമെന്ന് പറഞ്ഞ് ആ സുനാപ്പി എടുത്തിട്ട് ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന മുത്തുമണി എന്ന് പറഞ്ഞ് ഇവക്ക് കൊടുത്ത്. നിങ്ങൾ ഇൻസ്റ്റയിൽ അങ്ങോട്ടും ഇങ്ങോട്ട് ഫോളോയിങ് അല്ലേ? സ്ക്രിപ്റ്റൊക്കെ പ്ലാൻ ചെയ്തിട്ട് ചെയ്യണ്ടേ? 2 പേരും 2 സാധനം ചെയ്ത് എങ്ങനെ ശരിയാകുന്നേത്? അയ്യേ, വെരി കെയറിങ് എന്ന് പറയാൻ പറ്റും. മെൻ ഇൻ ലവ്. ആൻഡ് അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ലുലു മോളിലേക്ക് പോകും. ഹലോ എവ്രി വൺ. ലുലു മോളിലേക്ക് പോയി, മെട്രോയിൽ പോയാൽ അവൻ്റേതായ പ്ലാൻ ഉണ്ടായിരുന്നു. അത് കുട്ടി അറിയാതെ പോയതാ. ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം എന്നറിയോ? ഞാനൊരു ഹൈലി പ്രോഗ്രസീവ് ചിന്താഗതി ഉള്ള ഒരുത്തനല്ല. അപ്പം നിങ്ങൾ ഡേറ്റിങ്ങിന് പോകുന്നതോ ഡയറ്റ് എടുക്കുന്നതോ ഒന്നും എന്നെ ബാധിക്കുന്ന പ്രശ്നവുമല്ല. സോഷ്യൽ മീഡിയയിലൂടെ ഇത് പബ്ലിഷ് ചെയ്യുമ്പോഴത്തേനും ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. നിൻ്റെ ഒന്നും വീട്ടിലാരും കാണൂല്ലേ കൊച്ച? ഇതൊന്നും നിൻ്റെ കൂടെ അടച്ചിറക്കാ. നിങ്ങളുടെ ഒന്നും വീട്ടിൽ നിന്നൊന്നും പറയൂല. നല്ലതാ, വളരെ നല്ലതാ, വളരെ മികച്ചതാ. അങ്ങനെ തന്നെ വേണം. എന്നിട്ട് ഈ ജെൻസി പിള്ളേർ എല്ലാവരും ഒന്നുമില്ല, ചിലർ എന്തോന്നൊക്കെ ഈ കാണിക്കുന്നത്. ഇതിപ്പോൾ എൻ്റെ പ്രശ്നം. എത്രയും പെട്ടെന്ന് ടിൻഡർ ഡൗൺലോഡ് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ കമൻറ്റുകളെ രേഖപ്പെടുത്തുമ്പോൾ ഇട്ടുതന്നെ. ബൈ.